ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 2025 SSLC എക്സാമിനേഷനിൽ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അതിലെ ആദ്യത്തെ ചോദ്യം, ഇൻ ദ ഫിഗർ O ഈസ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ. ഇഫ് ആംഗിൾ ACB ഈക്വൽ ടു 70 ഡിഗ്രി, വാട്ട് ഈസ് ആംഗിൾ AOB ആൻഡ് ആംഗിൾ ADB? ചിത്രത്തിൽ O വൃത്തകേന്ദ്രമാണ്. കോൺ ACB 70 ഡിഗ്രി ആയാൽ കോൺ AOBയും കോൺ ADBയും കണ്ടുപിടിക്കുക. സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിലെ ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. ഇതാണ് ഈ സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത്. ഈ സർക്കിളിലെ രണ്ട് പോയിന്റ്സ് ആണ് എ ബി എന്നീ രണ്ട് പോയിന്റ്സിൽ നിന്നും സർക്കിളിന്റെ സെന്ററിലേക്ക് ഒരു സെൻട്രൽ ആംഗിൾ അഥവാ ഒരു കേന്ദ്ര കോൺ വന്നിട്ടുണ്ട്. ഇനി ഇതേ AB എന്ന പോയിന്റ്സിൽ നിന്നും വൃത്തത്തിലേക്ക് ഒരു ആംഗിൾ അഥവാ ഒരു കോണും വന്നിട്ടുണ്ട്. ഇതിനെ O എന്ന് സൂചിപ്പിക്കാം. ഇത് C ആണ്. ആംഗിൾ ACB നമുക്ക് തന്നിട്ടുണ്ട് 70 ഡിഗ്രിയാണ്. എനെയും ബിനെയും കൂട്ടിയോജിപ്പിച്ച് AB എന്നൊരു കോഡ് ഉണ്ടാക്കാം. സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു കോഡിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന ആംഗിൾ അതേ കോഡിൽ നിന്നും വൃത്ത കേന്ദ്രത്തിലുണ്ടായ ആംഗിളിന്റെ പകുതിയായിരിക്കും. അതായത് 70 ഡിഗ്രി എന്നത് ഈ കേന്ദ്ര കോൺ അഥവാ സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണ്. അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ആംഗിൾ എന്തായിരിക്കും? 70 ഡിഗ്രിയുടെ ഇരട്ടിയായിരിക്കില്ലേ? അപ്പോൾ ആംഗിൾ AOB ഈക്വൽ ടു 70 ഡിഗ്രി ഇൻറ്റു 2 എത്ര വരും? 70 ഇൻറ്റു 2 140 ഡിഗ്രി. ഇനി രണ്ടാമതായി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ ADB ആണ്. അതായത് AB എന്ന കോഡിൽ നിന്നും വൃത്തത്തിലേക്ക് വന്ന മറ്റൊരു ആംഗിൾ ആണ് ആംഗിൾ ADB എന്നത്. ഈ ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സർക്കിൾസ് ആൻഡ് ആംഗിൾസ് വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്ന മറ്റൊരു കാര്യമാണ്, ഒരു കോഡിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന എല്ലാ ആംഗിൾസുകളും തുല്യമായിരിക്കും. ഇവിടെ AB എന്ന കോഡിൽ നിന്നും വൃത്തത്തിലേക്ക് വന്ന ആംഗിൾ ആണ് ആംഗിൾ ACB. അതുപോലെ തന്നെ AB എന്ന കോഡിൽ നിന്നും വൃത്തത്തിലേക്ക് വന്ന മറ്റൊരു ആംഗിൾ ആണ് ആംഗിൾ ADB. അതായത് ആംഗിൾ ACBയും ആംഗിൾ ADBയും തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ ADB ഈക്വൽ ടു ആംഗിൾ ACB ഈക്വൽ ടു 70 ഡിഗ്രി. ഇനി രണ്ടാമത്തെ ചോദ്യം, 3, 8, 13 etc. is an arithmetic sequence. What is the common difference? What is its 11th term? 3, 8, 13 etc. ഒരു സമാന്തര ശ്രേണിയാണ്. ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസം കാണുക. ഈ ശ്രേണിയുടെ 11ാം പദം കാണുക. നമുക്ക് തന്നിരിക്കുന്ന അരിത്മെറ്റിക് സീക്വൻസ് ഏതാണ്? 3, 8, 13 എക്സെട്ര. ആദ്യം തന്നെ ഇതിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിലെ അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം. അതായത് 8ൽ നിന്ന് 3 പോയാൽ എത്രയാ? 5. 13ൽ നിന്ന് 8 പോയാൽ എത്രയാണ്? 5. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എത്രയാണ്? 5 ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ഇറ്റ്സ് 11th ടേം? 11ാം പദം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 11th ടേം കാണാൻ നമ്മൾ പഠിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, DN പ്ലസ് F മൈനസ് D. D എന്നത് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമാണ്. F എന്നത് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദമാണ്. ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ F എന്താണ്? ആദ്യ പദം 3 അല്ലേ? അതുകൊണ്ട് F 3 ആണ്. D നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു, 5 ആണ്. ഇനി നമുക്ക് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തൂടെ? ഡിന്റെ സ്ഥാനത്ത് 5 ഇൻറ്റു N എന്താണ്? ഇവിടെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് 11th ടേം ആണ്. അതുകൊണ്ട് N എന്ന് പറയുന്നത് 11 പ്ലസ് F മൈനസ് D, അതായത് 3 മൈനസ് 5 ഈക്വൽ ടു 5 ഇൻറ്റു 11 എത്രയാണ്? 55. 3ൽ നിന്ന് 5 പോയാൽ മൈനസ് 2. 55 മൈനസ് 2 53. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ 11ാം പദം എത്രയാണ്? 53 ആണ്. ഇനി മൂന്നാമത്തെ ചോദ്യം, numbers from 1 to 20 are written on paper slips and put in a box. If a slip is to be taken from it without looking, what is the probability that it is a prime number? What is the probability that it is a perfect square? 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകൾ കടലാസ് കഷ്ണങ്ങളിൽ എഴുതി ഒരു പെട്ടിയിൽ ഇട്ടിരിക്കുന്നു. ഇതിൽ നിന്ന് നോക്കാതെ ഒരു കടലാസ് കഷ്ണം എടുത്താൽ അത് ഒരു അഭാജ്യ സംഖ്യയാകാനുള്ള സാധ്യത എന്ത്? അതൊരു പൂർണ്ണവർഗമാകാനുള്ള സാധ്യത എന്ത്? പ്രോബബിലിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? പ്രോബബിലിറ്റി അഥവാ സാധ്യത കാണാനുള്ള ഇക്വേഷൻ എന്താണ്? പ്രോബബിലിറ്റി ഈക്വൽ ടു
നമ്പർ ഓഫ് ഫേവറബിൾ ഇവന്റ് അഥവാ അനുകൂല സംഭവങ്ങളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ഹരിക്കണം ടോട്ടൽ നമ്പർ ഓഫ് ഇവന്റ്സ് ആകെയുള്ള സംഭവങ്ങളുടെ എണ്ണം. ഇതാണ് പ്രോബബിലിറ്റിയുടെ ഇക്വേഷൻ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഒരു പെട്ടിയിൽ 1 മുതൽ 20 വരെയുള്ള പേപ്പർ സ്ലിപ്പുകൾ ഉണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20 ഇങ്ങനെ 20 പേപ്പർ സ്ലിപ്സ് ഉള്ള ഒരു പെട്ടിയുണ്ട്. ഇനി പ്രോബബിലിറ്റി എന്ന പാഠഭാഗത്തിൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് ഇവന്റ്സ് ആണ്. അതായത് ആകെയുള്ള സംഭവങ്ങളുടെ എണ്ണം. ഇവിടെ എത്ര പേപ്പർ സ്ലിപ്സ് ആണുള്ളത്? 20 പേപ്പർ സ്ലിപ്സ് അല്ലേ? അതുകൊണ്ട് ടോട്ടൽ നമ്പർ ഓഫ് ഇവന്റ്സ് എന്തായിരിക്കും? 20 ആണ്. ഇനി ആദ്യത്തെ ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ പ്രൈം നമ്പർ? അതായത് നമ്മൾ ഈ ഒരു ബോക്സിൽ നിന്ന് ഒരു സ്ലിപ്പ് എടുക്കുകയാണെങ്കിൽ അതൊരു പ്രൈം നമ്പർ അഥവാ അഭാജ്യ സംഖ്യ ആവാനുള്ള സാധ്യതയാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് പ്രൈം നമ്പർ അഥവാ അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത്? അതേ സംഖ്യ കൊണ്ടോ ഒന്നുകൊണ്ടോ മാത്രം ഹരിക്കാൻ കഴിയുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൈം നമ്പേഴ്സ് അഥവാ അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈം നമ്പർ എടുക്കാനുള്ള പ്രോബബിലിറ്റി നമുക്ക് എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് പ്രൈം നമ്പേഴ്സ്, അതായത് ഈ 20 സ്ലിപ്പിലുള്ള പ്രൈം നമ്പേഴ്സ് അഥവാ അഭാജ്യ സംഖ്യകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സ്ലിപ്സ്, അതായത് എൻ ഓഫ് ടോട്ടൽ എന്ന് എഴുതാം. ഇനി പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 2 ആണ് ആദ്യത്തെ പ്രൈം നമ്പർ. കാരണം 2നെ 2 കൊണ്ടോ അല്ലെങ്കിൽ 1 കൊണ്ടോ മാത്രമല്ലേ ഹരിക്കാൻ കഴിയുക. അതുകൊണ്ട് 2 ഒരു പ്രൈം നമ്പർ ആണ്. ഇനി 3ഉം ഒരു പ്രൈം നമ്പർ ആണ്. 4 പ്രൈം നമ്പർ ആണോ? അല്ല. കാരണം 4നെ 4 കൊണ്ടും 1 കൊണ്ടും അല്ലാതെ 2 കൊണ്ടും ഹരിക്കാൻ സാധിക്കും. അതുകൊണ്ട് 4 ഒരിക്കലും ഒരു പ്രൈം നമ്പർ ആവില്ല. ഇതുപോലെ 5 ഒരു പ്രൈം നമ്പർ ആണ്. 7 ഒരു പ്രൈം നമ്പർ ആണ്. 11 ഒരു പ്രൈം നമ്പർ ആണ്. 13 ഒരു പ്രൈം നമ്പർ ആണ്. 17 ഒരു പ്രൈം നമ്പർ ആണ്. 19 ഒരു പ്രൈം നമ്പർ ആണ്. ബാക്കി ഏത് സംഖ്യ എടുത്തു നോക്കിയാലും മറ്റു സംഖ്യകൾ കൊണ്ടും അതിനെ ഹരിക്കാൻ സാധിക്കും. ഈ നമ്പേഴ്സിന്, അതായത് 2, 3, 5, 7, 11, 13, 17, 19 ഇത്രയും സംഖ്യകളെ ആ സംഖ്യകൾ കൊണ്ടോ ഒന്നുകൊണ്ടോ മാത്രമേ ഹരിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8 പ്രൈം നമ്പേഴ്സ് അഥവാ അഭാജ്യ സംഖ്യകൾ. അപ്പോൾ 8 എന്ന് എഴുതി. ടോട്ടൽ നമ്പർ ഓഫ് ഇവന്റ്സ് 20 സ്ലിപ്പ് ആണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ 8/20 ആണ് ഉത്തരം. ഇനി രണ്ടാമത്തെ ചോദ്യം, പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. നമ്മൾ എടുക്കുന്ന സ്ലിപ്പ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അഥവാ ഒരു പൂർണ്ണവർഗമാവാനുള്ള സാധ്യത. എന്താണ് പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ പൂർണ്ണവർഗം എന്ന് പറയുന്നത്? 1ന്റെ സ്ക്വയർ എത്രയാണ്? 1 അല്ലേ? 2ന്റെ സ്ക്വയർ എത്രയാണ്? 4 അല്ലേ? 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16, 5ന്റെ സ്ക്വയർ 25 എക്സെട്ര. ഇങ്ങനെ പോകുന്ന 1, 4, 9, 16, 25 എക്സെട്ര. ഇവയാണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അഥവാ പൂർണ്ണവർഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് എ പെർഫെക്റ്റ് സ്ക്വയർ ഈക്വൽ ടു നമ്പർ ഓഫ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അഥവാ പൂർണ്ണവർഗങ്ങളായ നമ്പറുകളുടെ സംഖ്യകളുടെ എണ്ണം n ഓഫ് പെർഫെക്റ്റ് നമ്പേഴ്സ് ഡിവൈഡഡ് ബൈ n ഓഫ് ടോട്ടൽ അഥവാ ടോട്ടൽ സ്ലിപ്പുകളുടെ എണ്ണം. ഇനി 1 മുതൽ 20 വരെ എത്ര പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അഥവാ പൂർണ്ണവർഗങ്ങളുണ്ട്? 1, 4, 9, 16. അതായത് 4 പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അഥവാ പൂർണ്ണവർഗങ്ങളാണ് ഉള്ളത്. 25 പൂർണ്ണവർഗമാണെങ്കിലും നമുക്ക് ഇവിടെ ഉൾപ്പെടുത്താൻ കഴിയില്ല. കാരണം നമുക്ക് ഇവിടെ 20 വരെയുള്ള സ്ലിപ്പുകളുള്ള ഉള്ളത്. അതുകൊണ്ട് n ഓഫ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് നമുക്ക് എങ്ങനെ എഴുതാം? 4 ഹരിക്കണം ടോട്ടൽ നമ്പർ ഓഫ് സ്ലിപ്സ് എത്രയാണ്? 20. അപ്പൊ ഉത്തരം 4/20. നാലാമത്തെ ചോദ്യം, in the figure O is the center of the circle. If BC equal to 4 cm and angle A equal to 50 degree, find the diameter of the circle. Sin 50 degree equal to 0.77, cos 50 degree equal to 0.64. ചിത്രത്തിൽ O വൃത്തകേന്ദ്രമാണ്. കോൺ A 50 ഡിഗ്രി, BC equal to 4 സെന്റിമീറ്റർ ആയാൽ ത്രികോണത്തിന്റെ പരിവൃത്ത വ്യാസം കാണുക. സൈൻ 50 ഡിഗ്രി 0.77, കോസ് 50 ഡിഗ്രി 0.64. ട്രിഗണോമെട്രി അഥവാ ത്രികോണമിതി എന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു സർക്കിൾ, ഇത് ഈ സർക്കിളിന്റെ സെന്റർ ആണ്. സർക്കിളിലൂടെ നമ്മൾ കോഡ് വരയ്ക്കുകയാണ്. ഈ കോഡിനെ നമുക്ക് BC എന്ന് വിളിക്കാം. ഈ കോഡിൽ നിന്നും വൃത്തകേന്ദ്രത്തിലേക്ക് ഒരു കോൺ ഉണ്ടാക്കുന്നു. ഇത് BC എന്ന കോഡിൽ നിന്നും വരുന്ന കേന്ദ്ര കോണാണ് അഥവാ സെൻട്രൽ ആംഗിൾ ആണ്.
ഇനി ബി സി എന്ന കോഡിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന ആംഗിൾ ആണ് ഇത്. കേന്ദ്രകോൺ എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? കേന്ദ്രകോണിന്റെ പകുതി ആയിരിക്കില്ലേ? അതായത് x/2 ഡിഗ്രി ആയിരിക്കും. ഇങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് കോഡ് ബി സി, അതായത് ബി സി എന്ന ഞാണിന്റെ നീളം എന്നത് 2r ഇൻറ്റു സൈൻ ഓഫ് x/2 ആണ്. 2r എന്ന് പറയുന്നത് എന്താണ്? ഈ സർക്കിളിന്റെ റേഡിയസ് ആണ്, അഥവാ ആരമാണ് r. അപ്പോൾ 2r എന്നത് എന്തായിരിക്കും? ഈ സർക്കിളിന്റെ വ്യാസം അഥവാ ഡയമീറ്റർ. ഇനി സൈൻ ഓഫ് x/2, x/2 എന്താണ്? ബി സി എന്ന കോഡിൽ നിന്ന് വൃത്തത്തിലേക്ക് വരുന്ന ആംഗിൾ ആണ് x/2 എന്നത്. ഈ ഇക്വേഷൻ ഉപയോഗിച്ചാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ നമുക്കൊരു സർക്കിൾ തന്നിട്ടുണ്ട്. ഈ സർക്കിളിന്റെ ഉള്ളിലായിട്ട് എ ബി സി എന്നൊരു ട്രയാങ്കിൾ, അതിലെ ബി സി എന്നത് ഈ സർക്കിളിന്റെ കോഡ് അഥവാ ഞാനാണ്. അത് 4 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ബി സി എന്ന കോഡിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന ആംഗിൾ ആണ് ആംഗിൾ ബി എ സി. എത്രയാണ്? 50 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് ഡയമീറ്റർ അഥവാ വ്യാസമാണ്. ഈ ഇക്വേഷനിൽ നിന്ന് ഡയമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കാം? 2r അവിടെ നിർത്തിയിട്ട് സൈൻ ഓഫ് x/2 ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ എങ്ങനെ ഇക്വേഷൻ എഴുതാം? 2r ഈക്വൽ ടു ലെങ്ത് ഓഫ് ബി സി ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് x/2 ഈക്വൽ ടു, ഇവിടെ ബി സിയുടെ നീളം തന്നിട്ടുണ്ട് 4 സെന്റിമീറ്റർ, ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് x/2 എന്നത് എന്താണ്? ബി സി എന്ന കോഡിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന ആംഗിൾ, അത് എത്രയാണ്? 50 ഡിഗ്രി, ഈക്വൽ ടു 4 ബൈ സൈൻ 50 ഡിഗ്രി എത്രയാണ്? നമുക്ക് ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട്, 0.77. അതായത് ഈ സർക്കിളിന്റെ അഥവാ വൃത്തത്തിന്റെ ഡയമീറ്റർ അഥവാ വ്യാസം 4/0.77 സെന്റിമീറ്റർ ആണ്. ഇത് 1 മാർക്കിന്റെ ചോദ്യമായതുകൊണ്ട് ഇത്രയും എഴുതിയാൽ മതി. വലിയ മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ ഇത് സോൾവ് ചെയ്ത് വേണം ഉത്തരമായിട്ട് എഴുതാൻ. ഇനി 5ാമത്തെ ചോദ്യം. 6 times of a natural number subtracted from the square of that number gives 187. Form a second degree equation by taking the number as x. Find the number. ഒരു എണ്ണൽ സംഖ്യയുടെ വർഗത്തിൽ നിന്ന് അതേ സംഖ്യയുടെ 6 മടങ്ങ് കുറച്ചപ്പോൾ 187 കിട്ടി. സംഖ്യ x എന്നെടുത്ത് ഒരു രണ്ടാം കൃതി സമവാക്യം രൂപീകരിക്കുക. സംഖ്യ കണ്ടുപിടിക്കുക. ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യം എന്ന പാഠഭാഗത്തിലെയാണ്. ആദ്യം തന്ന സെന്റൻസ് ഉപയോഗിച്ച് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യം ഉണ്ടാക്കുക എന്നതാണ് ആദ്യത്തെ ചോദ്യം. എന്താണ് തന്നിട്ടുള്ളത്? 6 times of a natural number. അപ്പൊ നാച്ചുറൽ നമ്പറിനെ നമുക്ക് x എന്നെടുക്കാം. 6 times of a natural number, അതായത് നാച്ചുറൽ നമ്പറിന്റെ 6 ഇരട്ടി. ടൈംസ് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ അഥവാ ഗുണനത്തിനെയാണ്. അപ്പൊ 6 times എന്ന് പറഞ്ഞാൽ 6x. ഓക്കെ, അപ്പൊ 6 times of a natural number എന്ന് എഴുതിയില്ലേ? സബ്ട്രാക്റ്റഡ് ഫ്രം, അതായത് ഇതിനെ എന്തിൽ നിന്നോ സബ്ട്രാക്ട് ചെയ്യുകയാണ്. സബ്ട്രാക്ട് ചെയ്യുക എന്ന് പറയുന്നത് കുറയ്ക്കുകയാണ്. എന്തിൽ നിന്നാണ്? ഫ്രം ദ സ്ക്വയർ ഓഫ് ദാറ്റ് നമ്പർ, അതായത് ആ നമ്പറിന്റെ സ്ക്വയറിൽ നിന്ന്, അതായത് എക്സ് സ്ക്വയറിൽ നിന്നാണ് 6x കുറയ്ക്കുന്നത്. ഗീവ്സ് 187. അതായത് നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് 6x ഈക്വൽ ടു 187. ഇനി 2ാമത്തെ ചോദ്യം, ഫൈൻഡ് ദ നമ്പർ, അതായത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമുക്ക് 2 മെത്തേഡ്സ് ആണ് അറിയുന്നത്. ഒന്ന് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗ്ഗത്തികവ്. സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് എപ്പോഴാണ് ഉപയോഗിക്കുക? നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് ഈക്വൽ ടു സി എന്ന ഫോർമാറ്റിലാവുമ്പോഴാണ് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ഉപയോഗിക്കുക. സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ എക്സ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് സി പ്ലസ് ബി സ്ക്വയർ ബൈ 4 മൈനസ് ബി ബൈ 2. 2ാമത്തെ മെത്തേഡ് എന്താണ്? ക്വാഡ്രാറ്റിക് ഫോർമുല അഥവാ ദ്വിമാന സമവാക്യം ഉപയോഗിച്ച്. ക്വാഡ്രാറ്റിക് ഫോർമുല എപ്പോഴാണ് ഉപയോഗിക്കുക? നമ്മുടെ ഇക്വേഷൻ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 എന്ന ഫോർമാറ്റിലാണെങ്കിൽ ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ച് എങ്ങനെയാണ് എക്സിന്റെ വാല്യൂ കാണുക? എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ഇവിടെ നമ്മുടെ ഇക്വേഷൻ എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് 6x ഈക്വൽ ടു 187. ഇത് ഏത് ഫോർമാറ്റിലാണ്? സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ചെയ്യാൻ പാകത്തിനുള്ള ഫോർമാറ്റിലല്ലേ? അതുകൊണ്ട് നമ്മൾ ഇവിടെ എക്സ് കണ്ടുപിടിക്കുന്നത് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗ്ഗത്തിക ഉപയോഗിച്ചാണ്. ആദ്യം തന്നെ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ചെയ്യാൻ ആവശ്യമായ ബിന്റെയും സിന്റെയും വാല്യൂസ് എഴുതണം.
ബി എന്നത് എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ്, അത് എത്രയാ -6 ആണ്. സി എന്നത് ഇക്വേഷന്റെ വലതുഭാഗത്തുള്ള കോൺസ്റ്റന്റ് വാല്യൂ 187. ഇനി നമുക്ക് ഇക്വേഷൻ എഴുതിക്കൂടെ, എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സി പ്ലസ് ബി സ്ക്വയർ ബൈ 4 മൈനസ് ബി ബൈ 2 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സി എന്താണ് 187 പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ -6ന്റെ സ്ക്വയർ 36/4 മൈനസ് ബി എന്താ -6/2 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 187 പ്ലസ് 36 ഹരിക്കണം 4 9 ആണ്, മൈനസും മൈനസും പ്ലസ് ആയി, 6ന്റെ പകുതി 3 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 187ഉം 9ഉം കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് 196 പ്ലസ് 3. ഇനി 196ന്റെ റൂട്ട് 14 ആണ്, പ്ലസ് 3. അതായത് എക്സിന് നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടും. ഒന്നാമത്തെ വാല്യൂ എക്സ് ഈക്വൽ ടു -14 പ്ലസ് 3, രണ്ടാമത്തേതോ എക്സ് ഈക്വൽ ടു പ്ലസ് 14 പ്ലസ് 3 ഈക്വൽ ടു -14 പ്ലസ് 3 എന്ത് വരും, വലുതിൽ നിന്നും ചെറുത് കുറച്ച് 14ൽ നിന്നും 3 കുറച്ചാൽ എത്രയാണ് 11. അങ്ങനെ വലുതിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക -11. ഇനി 14 പ്ലസ് 3 എത്രയാണ് 17. അതായത് എക്സിന്റെ രണ്ട് വാല്യൂസുകൾ ഏതൊക്കെയാണ്, ഒന്ന് എക്സ് ഈക്വൽ ടു -11, ഒന്ന് എക്സ് ഈക്വൽ ടു 17 ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എക്സ് എന്നത് എന്താണ്, ഒരു നാച്ചുറൽ നമ്പർ ആണ്, അതായത് ഒരു എണ്ണൽ സംഖ്യയാണ്. എണ്ണൽ സംഖ്യ ഒരിക്കലും ഒരു നെഗറ്റീവ് വാല്യൂ വരില്ല. അതുകൊണ്ട് നമ്മുടെ നാച്ചുറൽ നമ്പർ ഏതാണ് 17 ആണ്. Therefore, the number equal to 70. ഇനി ആറാമത്തെ ചോദ്യം, 2, 5 and 3, 7 are 2 points on a line. Find the slope of the line. Write the equation of the line. 2, 5, 3, 7 ഇവ ഒരു വരയിലെ ബിന്ദുക്കളുടെ സൂചക സംഖ്യകളാണ്. വരയുടെ ചരിവ് കണ്ടുപിടിക്കുക. വരയുടെ സമവാക്യം എഴുതുക. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ്സുകൾ ഏതൊക്കെയാ, 2, 5, 3, 7. ഇതിനെ നമുക്ക് x1 y1 എന്നും ഇതിനെ നമുക്ക് x2 y2 എന്നും എടുക്കാം. ഇനി ആദ്യം തന്നെ കാണാൻ പറഞ്ഞിട്ടുള്ളത് സ്ലോപ്പ് അഥവാ ചരിവാണ്. സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്, സ്ലോപ്പ് m ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ആണ്. ഇനി y2 മൈനസ് y1 7 മൈനസ് 5, x2 മൈനസ് x1 3 മൈനസ് 2. 7ൽ നിന്ന് 5 പോയാൽ 2 ആണ്, 3ൽ നിന്ന് 2 പോയാൽ 1 ആണ്. 2/1 2 തന്നെ. അതായത് ഈ ലൈനിന്റെ സ്ലോപ്പ് അഥവാ ചെരിവ് എന്താണ്, 2 ആണ്. ഇനി ഇക്വേഷൻ ഓഫ് ദ ലൈൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്, അതായത് വരയുടെ സമവാക്യം. ഇക്വേഷൻ ഓഫ് ദ ലൈൻ എങ്ങനെയാണ് എഴുതുക, ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഈസ് y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x1. y മൈനസ് y1 എന്താണ് 5 ഈക്വൽ ടു m നമ്മൾ കണ്ടുപിടിച്ചു 2, x മൈനസ് x1 എന്താണ് 2, y മൈനസ് 5 ഈക്വൽ ടു 2 ഇൻറ്റു x 2x ആണ്, 2 ഇൻറ്റു 2 മൈനസ് 4, അതായത് 2 ഇൻറ്റു -2 ആണ്, അതുകൊണ്ടാണ് -4 എന്ന് എഴുതിയത്. ഇനി y ഈ 2x ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ -2x ഈക്വൽ ടു ഇവിടെ -4 ഉണ്ട്, ഈ -5 ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ +5 ഈക്വൽ ടു y മൈനസ് 2x ഈക്വൽ ടു 5ൽ നിന്നും 4 പോയാൽ 1. അതായത് ഈ ലൈനിന്റെ ഇക്വേഷൻ അഥവാ സമവാക്യം എന്താണ്, y മൈനസ് 2x ഈക്വൽ ടു 1, y മൈനസ് 2x ഈക്വൽ ടു 1. ഇനി ഏഴാമത്തെ ചോദ്യം, കൺസിഡർ ദ അരിത്മെറ്റിക് സീക്വൻസ് 2, 8, 14 etc. What is the remainder obtained when the terms of this sequence is divided by 6? Is 176 a term of this sequence? Why? 2, 8, 14 എന്ന സമാന്തര ശ്രേണി പരിഗണിക്കുക. ഈ സമാന്തര ശ്രേണിയിലെ പദങ്ങളെ 6 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടം എന്താണ്? 176 ഈ ശ്രേണിയിലെ ഒരു പദമാകുമോ? എന്തുകൊണ്ട്? നമുക്ക് തന്നിട്ടുള്ള അരിത്മെറ്റിക് സീക്വൻസ് 2, 8, 14 എക്സെട്ര. ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി തന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് അതിന്റെ ഫസ്റ്റ് ടേമും അതുപോലെ കോമൺ ഡിഫറൻസും, ആദ്യ പദവും പൊതുവ്യത്യാസവും എടുത്തെഴുതുക. ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം 2 ആണ്. ഇനി കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്, അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം. 8ൽ നിന്ന് 2 പോയാൽ എത്രയാണ് 6 അല്ലേ, 14ൽ നിന്ന് 8 പോയാൽ എത്രയാണ് 6 അല്ലേ. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം 6 ആണ്. ഇനി ആദ്യത്തെ ചോദ്യം, what is the remainder obtained when the terms of this sequence is divided by 6? ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ടേംസ് അഥവാ പദങ്ങൾ 6 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എന്താണ്?
അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ടേംസുകളെ അതിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമായ നമ്പർ കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ശിഷ്ടങ്ങൾ തുല്യമായിരിക്കും. അതായത് 2നെ 6 കൊണ്ടോ 8 കൊണ്ടോ 14 കൊണ്ടോ ഒക്കെ ഹരിച്ചാൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ അഥവാ ശിഷ്ടം തുല്യമായിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ടേമിനെ 6 കൊണ്ട് ഹരിക്കാം. നമുക്ക് 2 6നേക്കാൾ ചെറുതായത് കൊണ്ട് നമുക്ക് നെക്സ്റ്റ് ടേമായ 8 എടുക്കാം. 8ൽ എത്ര 6 ഉണ്ട്? 1 അല്ലേ? 1 × 6 6. 8ൽ നിന്ന് 6 പോയാൽ 2. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഏതൊരു ടേമിനെയും കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമായ 6 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ അഥവാ ശിഷ്ടം എത്രയായിരിക്കും? 2 ആണ്. ഈ തിയറം ഉപയോഗിച്ചാണ് നമ്മൾ രണ്ടാമത്തെ ആൻസറും ചെയ്യാനായിട്ട് പോകുന്നത്. രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഈസ് 176 ഈസ് എ ടേം ഓഫ് ദിസ് സീക്വൻസ്? അതായത് 176 ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഒരു പദമാണോ എന്നാണ് ചോദിക്കുന്നത്. ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഏതൊരു പദത്തിന്റെയും പ്രത്യേകത എന്താണ്? അതിന്റെ കോമൺ ഡിഫറൻസ് ആയ 6 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 2 കിട്ടണം റിമൈൻഡർ ആയിട്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? 176നെ 6 കൊണ്ട് ഹരിക്കുന്നു. അങ്ങനെ റിമൈൻഡർ അഥവാ ശിഷ്ടം 2 കിട്ടിയാൽ നമുക്ക് എന്ത് പറയാം? 176 ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഒരു ടേം അഥവാ പദമാണ് എന്ന് പറയാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് 176 ഹരിക്കണം 6. 1ൽ 6 ഉണ്ടോ? ഇല്ല. 17ൽ എത്ര 6 ഉണ്ട്? 2. 2 × 6 12. 17ൽ നിന്നും 12 പോയി കഴിഞ്ഞാൽ എത്ര വരും? 5. 6 ഇറക്കി എഴുതുന്നു. 56ൽ എത്ര 6 ഉണ്ട്? 9 × 6 54 അല്ലേ? 56ൽ നിന്നും 54 പോയി കഴിഞ്ഞാൽ 2. അതായത് 176നെ 6 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് റിമൈൻഡർ അഥവാ ശിഷ്ടം എത്രയാണ് കിട്ടിയത്? 2 ആണ്. Therefore നമുക്ക് എന്ത് പറയാം? 176 ഈസ് എ ടേം ഓഫ് ദിസ് സീക്വൻസ്. 176 ഈ സമാന്തര ശ്രേണിയിലെ ഒരു പദമാണ്. അടുത്തത് എട്ടാമത്തെ ചോദ്യം. ഇൻ ദ ഫിഗർ PA = 8 cm, AB = 3 cm, PC = 10 cm. Find the length of PB, find the length of PD. ചിത്രത്തിൽ PA 8 സെന്റിമീറ്റർ, AB 3 സെന്റിമീറ്റർ, PC 10 സെന്റിമീറ്റർ ആയാൽ PBയുടെ നീളം എന്ത്? PDയുടെ നീളം കണക്കാക്കുക. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ എന്താണ്? ഒരു സർക്കിൾ P എന്നൊരു ഔട്ട്സൈഡ് പോയിന്റ് നിന്നും ഈ സർക്കിളിലേക്ക് 2 ലൈൻ വരച്ചിട്ടുണ്ട്. സർക്കിൾസ് ആൻഡ് ലൈൻസ്, വൃത്തങ്ങളും വരകളും എന്ന പാഠഭാഗത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു ഫിഗർ പഠിക്കുന്നുണ്ട്. ഈ പോയിന്റ് P, ഈ പോയിന്റ് A, ഈ പോയിന്റ് B, ഈ പോയിന്റ് C ആണ്, ഈ പോയിന്റ് D ആണ്. അങ്ങനെയെങ്കിൽ നമ്മൾ അവിടെ ഒരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. എന്താണ്? PA × PB = PC × PD. ഈ ഫിഗർ കാണുമ്പോൾ തന്നെ ഈ ഇക്വേഷൻ എഴുതി വെക്കുക. ഈ ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമുക്ക് ഇവിടെ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഫൈൻഡ് ദ ലെങ്ത് ഓഫ് PB. PB എന്ന ഈ ലൈനിന്റെ നീളം കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? PA തന്നിട്ടുണ്ട്. PA എന്നത് എത്രയാ? 8 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ AB തന്നിട്ടുണ്ട്. AB എത്രയാ? 3 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. PC 10 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ കാണേണ്ടത് PB ആണ്. അതിൽ PA എന്നത് എത്രയാ? P മുതൽ A വരെയുള്ള ഡിസ്റ്റൻസ് 8 സെന്റിമീറ്റർ ആണ്. Aന്റെയും Bന്റെയും ഡിസ്റ്റൻസ് 3 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ PB കാണാനായിട്ട് PAയിൽ നിന്നും AB കുറച്ചാൽ പോരെ? PA എന്നത് 8 സെന്റിമീറ്റർ ആണ്, AB എന്നത് 3 സെന്റിമീറ്റർ ആണ്. 8ൽ നിന്നും 3 പോയാൽ എത്രയാണ്? 5 ആണ്. അതായത് PBയുടെ നീളം 5 സെന്റിമീറ്റർ ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് PD. PDയുടെ നീളം കാണാൻ. അപ്പൊ ഇതിൽ നമുക്ക് PBയുടെ ലെങ്ത്തും കിട്ടി. എത്രയാ? 5 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. ഈ ഇക്വേഷൻ നോക്കുക. ഇതിൽ PD ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. PA 8 സെന്റിമീറ്റർ ആണെന്ന് അറിയാം, PB 5 സെന്റിമീറ്റർ ആണെന്ന് അറിയാം, PC 10 സെന്റിമീറ്റർ ആണെന്ന് അറിയാം. ഇനി ഇതിൽ നിന്ന് PD കണ്ടുപിടിച്ചൂടെ? അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇക്വേഷൻ എഴുതാം. PA × PB = PC × PD. PA എത്രയാണ്? 8 സെന്റിമീറ്റർ. PB എത്രയാണ്? 5 സെന്റിമീറ്റർ. PC എത്രയാണ്? 10 സെന്റിമീറ്റർ. കണ്ടുപിടിക്കേണ്ടത് PD. ഈ PDയെ മാത്രം ഇവിടെ നിർത്തി 10നെ നമുക്ക് ഈ സൈഡിലേക്ക് കൊണ്ടുവന്നൂടെ? അപ്പൊ എന്ത് വരും? Therefore PD = 8 × 5/10. 8 × 5 എത്രയാ? 40. 40 ഹരിക്കണം 10 എന്ത് വന്നു?
4 സെന്റിമീറ്റർ. അതായത് പി ഡി എന്ന ലൈനിന്റെ നീളം എത്രയാണ്? 4 സെന്റിമീറ്റർ ആണ്. ഇനി 9ാമത്തെ ചോദ്യം. എ സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് 4, 3 as the center and radius 5 units. What is the distance from the center of the circle to the x-axis? Write the coordinates of the point where the circle cuts the x-axis. 4, 3 എന്ന ബിന്ദു കേന്ദ്രമാക്കി 5 യൂണിറ്റ് ആരമുള്ള ഒരു വൃത്തം വരയ്ക്കുന്നു. ഈ വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് x അക്ഷത്തിലേക്ക് അകലമെന്ത്? ഈ വൃത്തം x അക്ഷത്തെ മുറിച്ചു കടക്കുന്ന ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ എഴുതുക. ഇവിടെ നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? നമുക്ക് ഒരു റഫ് ഫിഗർ വരയ്ക്കാം. ഇത് y ആക്സിസ് അഥവാ y അക്ഷമാണ്. ഇത് x ആക്സിസ് അഥവാ x അക്ഷമാണ്. ഇതിനെ നമുക്ക് നമ്പർ ഇടാം. 1, 2, 3, 4. അതേപോലെ 1, 2, 3, 4. ഇനി ഈ സർക്കിളിന്റെ സെന്റർ എവിടെയാണെന്നാണ് പറയുന്നത്? x ആക്സിസിൽ 4ലും y ആക്സിസിൽ 3നും സമാനമായ പോയിന്റ് ആണ്. അതായത് ഇതാണ് സർക്കിളിന്റെ സെന്റർ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊന്നും എഴുതാം. സെന്റർ ഓഫ് ദ സർക്കിൾ അഥവാ വൃത്തത്തിന്റെ കേന്ദ്രം 4, 3. പിന്നീട് എന്താണ് തന്നിട്ടുള്ളത്? വൃത്തത്തിന്റെ റേഡിയസ് അഥവാ ആരം 5 യൂണിറ്റ്സ്. ഇനി ആദ്യത്തെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ഓഫ് ദ സർക്കിൾ ടു ദ എക്സ് ആക്സിസ്? അതായത് സർക്കിളിന്റെ സെന്റർ പോയിന്റ് ആണ് ഇത്. ഇതിൽ നിന്നും എക്സ് ആക്സിസിലേക്കുള്ള ദൂരമാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഈ പോയിന്റിൽ നിന്നും ഇതല്ലേ എക്സ് ആക്സിസിലേക്കുള്ള ഈ ദൂരമാണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് ഇത് നമുക്ക് കണ്ടുപിടിക്കുക? ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഈ ഡിസ്റ്റൻസും അതുപോലെ ഈ ഡിസ്റ്റൻസും തുല്യമായിരിക്കില്ലേ? ഇവിടെ എത്രയാണ് ഡിസ്റ്റൻസ് വരുന്നത്? 1 യൂണിറ്റ്, 2 യൂണിറ്റ്, 3 യൂണിറ്റ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 3 യൂണിറ്റ്. അതായത് നമുക്ക് ഒന്നാമത്തെ ഉത്തരമായിട്ട് എന്ത് എഴുതാം? ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ഓഫ് ദ സർക്കിൾ ടു ദ എക്സ് ആക്സിസ് ഈസ് 3 യൂണിറ്റ്സ്. അതായത് വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് എക്സ് അക്ഷത്തിലേക്കുള്ള അകലം 3 യൂണിറ്റ് ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം. റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ്സ് വേർ ദ സർക്കിൾ കട്ട്സ് ദ എക്സ് ആക്സിസ്. അതായത് ഇത് സെന്റർ ആക്കി 5 സെന്റിമീറ്റർ ഉള്ള ഒരു സർക്കിൾ നമ്മൾ വരയ്ക്കുമ്പോൾ അത് എക്സ് ആക്സിസിനെ 2 പോയിന്റുകളിൽ കട്ട് ചെയ്തിട്ടുണ്ടാവും. ആ 2 പോയിന്റ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റിന്റെ പ്രത്യേകത എന്തായിരിക്കും? അതിന്റെ എക്സ് കോർഡിനേറ്റ് ഒരു സംഖ്യയും y കോർഡിനേറ്റ് 0 നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന ഒരു പോയിന്റിന്റെ y കോർഡിനേറ്റ് 0 ഇനി y ആക്സിസിനെ കട്ട് ചെയ്യുന്ന കോർഡിനേറ്റ് ആകുമ്പോഴോ അതിലെ എക്സ് കോർഡിനേറ്റ് 0 അപ്പൊ ഇവിടെ എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ y ആക്സിസ് എന്തായിരിക്കും? 0. ഇനി ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ഇപ്പൊ നമുക്ക് ഇവിടെ എക്സ് 0 ഇതാണ് എക്സ് ആക്സിസിലെ ആ ഒരു കോർഡിനേറ്റ് എന്നെടുക്കാം. ആ പോയിന്റിന്റെ കോർഡിനേറ്റ് എന്നെടുക്കാം. ഇതിൽ നിന്നും 4, 3 അതായത് സർക്കിളിന്റെ സെന്ററിലേക്കുള്ള ദൂരം എത്രയാണ്? ഇത് സർക്കിളിന്റെ സെന്ററിന്റെ കോർഡിനേറ്റ് ആണ്. ഇത് എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന സർക്കിൾ എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. അതായത് സർക്കിളിന്റെ സെന്ററിൽ നിന്നും വൃത്തത്തിലേക്കുള്ള ദൂരം എന്നത് സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരമാണ്. അതായത് x0 മുതൽ 4, 3 വരെയുള്ള ഡിസ്റ്റൻസ് അഥവാ അകലം എന്നത് എത്രയായിരിക്കും? 5 യൂണിറ്റ് ആണ്. നമുക്കറിയാം ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താ? റൂട്ട് ഓഫ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ പ്ലസ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ ആണ്. ഇതെന്താണ്? x1 y1 എന്നും x2 y2 എന്നും 2 പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അഥവാ അകലം കാണാനുള്ള ഇക്വേഷൻ ആണ്. ഇവിടെ നമുക്ക് x1 y1 ആയിട്ട് ഈ പോയിന്റും x2 y2 ആയിട്ട് ഈ പോയിന്റും എടുക്കാം. ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ 2 പോയിന്റ്സ് തമ്മിലുള്ള അകലം 5 യൂണിറ്റ് ആണ്. ഈക്വൽ ടു റൂട്ട് ഓഫ് y2 മൈനസ് y1. ഇവിടെ y2 3 ആണ്, y1 0 ആണ്. 3ൽ നിന്ന് 0 പോയാൽ 3 തന്നെ, 3 സ്ക്വയർ പ്ലസ് x2 മൈനസ് x1. ഇവിടെ x2 4 ആണ്, x1 x ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 4 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു 5 എന്ന് എഴുതിക്കൂടെ? ഇനി ആദ്യം തന്നെ ഈ റൂട്ട് നമുക്ക് ഈ സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ എന്ത് വരും? 3 സ്ക്വയർ പ്ലസ് 4 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഈ റൂട്ട് ഈ സൈഡിലേക്ക് പോയാൽ 5 എന്താവും? 5 സ്ക്വയർ ആവും. ഇനി 3ന്റെ സ്ക്വയർ എത്രയാ? 9 പ്ലസ് 4 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു 5ന്റെ സ്ക്വയർ എത്രയാ? 25. ഇനി 4 മൈനസ് എക്സ് ഹോൾ സ്ക്വയറിനെ ഈ സൈഡിൽ നിർത്തുന്നു. നമുക്ക് എക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 4 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഈ സൈഡിൽ നിർത്തി 9 ആ സൈഡിലേക്ക് കൊണ്ടുപോയാൽ 25ൽ നിന്നും 9 പോയാൽ 16. അതായത് നമുക്ക് എന്ത് കിട്ടി? 4 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ 16 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ഈ സ്ക്വയർ ഈ സൈഡിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ എന്ത് വരും? 4 മൈനസ് എക്സ് എന്നത് റൂട്ട് 16 ആവും.
ഇനി എന്ത് വരും? 4 മൈനസ് എക്സ് ഈക്വൽ ടു റൂട്ട് 16 എത്രയാണ്? 4 അല്ലേ? ഈ റൂട്ടിന്റെ ആൻസർ എഴുതുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പ്ലസ് ഓർ മൈനസ് 4 എന്ന് എഴുതണം. അതായത് 16ന്റെ റൂട്ട് എന്ന് പറയുന്നത് പ്ലസോ അല്ലെങ്കിൽ മൈനസോ 4 ആവാം. അപ്പൊ ഇവിടെ നമ്മൾ റൂട്ട് 16 എന്നത് എന്ത് എഴുതി? പ്ലസ് ഓർ മൈനസ് 4. ഇവിടെ നമുക്ക് രണ്ട് ഇതുകൾ വരും. ഒന്ന് 4 മൈനസ് എക്സ് എന്നത് മൈനസ് 4 ആവാം, അല്ലെങ്കിലോ 4 മൈനസ് എക്സ് എന്നത് പ്ലസ് 4 ആവാം. ഇനി എക്സിന് രണ്ട് വാല്യൂസ് കിട്ടില്ലേ? എങ്ങനെയാണ്? ഈ മൈനസ് എക്സിനെ നമുക്ക് ഈ സൈഡിലേക്കും, അപ്പൊ ഇതെന്താവും? പ്ലസ് എക്സ് ആവില്ലേ? ഈ മൈനസ് 4നെ ഈ സൈഡിലേക്കും കൊണ്ടുവരാം. അപ്പൊ എന്ത് വരുന്നു? ഈ മൈനസ് 4 ഈ സൈഡിലേക്ക് വന്നപ്പോൾ 4 പ്ലസ് 4 ആയി. ഈ മൈനസ് എക്സ് ഈ സൈഡിലേക്ക് പോയപ്പോൾ പ്ലസ് എക്സ് ആയി. 4 പ്ലസ് 4 എത്രയാ? എക്സ് ഈക്വൽ ടു 8. ഇതുപോലെ തന്നെ ഈ മൈനസ് എക്സിനെ നമുക്ക് ഈ സൈഡിലേക്ക് കൊണ്ടുപോയാൽ പ്ലസ് എക്സ് ആയി. ഇനി ഇവിടെ ബാക്കിയുള്ളത് 4 ആണ്. ഈ പ്ലസ് 4നെ നമുക്ക് ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ മൈനസ് 4 ആയി. അതായത് എക്സ് എന്ന് പറയുന്നത് 4 മൈനസ് 4 0. അപ്പൊ ഇവിടെ നമുക്ക് എക്സിന് രണ്ട് വാല്യൂസ് കിട്ടി. ഒന്ന് എക്സ് 8 ആണ്, രണ്ടാമത്തത് എക്സ് 0 ആണ്. അപ്പൊ നമുക്ക് രണ്ട് പോയിന്റ്സിന്റെയും കോർഡിനേറ്റ്സ് എഴുതിക്കൂടെ? ഒന്നാമത്തെ പോയിന്റ് എന്നത് 8 0. ഇനി രണ്ടാമത്തെ പോയിന്റോ 0 0. അതായത് ഈ സർക്കിൾ എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന രണ്ട് പോയിന്റ്സുകളുടെ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകളാണ്. ഒന്നാമത്തത് 8 0, രണ്ടാമത്തത് 0 0. അടുത്തത് 10ാമത്തെ ചോദ്യം. Draw a circle of radius 3 centimeters. Mark a point 9 centimeters away from the center. Draw tangents from this point to the circle. 3 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരച്ച് വൃത്തകേന്ദ്രത്തിൽ നിന്ന് 9 സെന്റിമീറ്റർ അകലെ ഒരു ബിന്ദു അടയാളപ്പെടുത്തുക. ഈ ബിന്ദുവിൽ നിന്ന് വൃത്തത്തിലേക്ക് തൊടുവരകൾ വരയ്ക്കുക. അപ്പോൾ ആദ്യം എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റേഴ്സ്, അഥവാ 3 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കണം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ അത് ചെയ്യാം. കോമ്പസ് ഉപയോഗിച്ച് 3 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കാം. ഇതാണ് സർക്കിളിന്റെ സെന്റർ. അതിനെ നമുക്ക് ഒ എന്ന് നെയിം ചെയ്യാം. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? മാർക്ക് എ പോയിന്റ് 9 സെന്റിമീറ്റർ എവേ ഫ്രം ദി സെന്റർ. അതായത് ഈ വൃത്ത കേന്ദ്രത്തിൽ നിന്നും 9 സെന്റിമീറ്റർ അകലെയായി നമുക്കൊരു പോയിന്റ് മാർക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് സ്കെയിൽ ഉപയോഗിച്ച് ഒ എന്ന ഈ പോയിന്റിൽ നിന്നും 9 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കാം. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 3 സെന്റിമീറ്റർ ആണ്. ഇനി ഒ മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 9 സെന്റിമീറ്റർ ആണ്. ഇനി ഈ പി എന്ന പോയിന്റിൽ നിന്നും ഈ വൃത്തത്തിലേക്ക് നമുക്ക് ടാൻജൻസ് അഥവാ തൊടുവരകൾ വരയ്ക്കണം. അതിന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ സർക്കിളിലെ ഏത് പോയിന്റിലേക്കാണ് പിയിൽ നിന്നുള്ള ടാൻജൻസ് അഥവാ തൊടുവരകൾ വരയ്ക്കേണ്ടത് എന്നാണ്. അതിനായിട്ട് ഈ ഒ പി എന്ന ഈ ലൈൻ ഉണ്ടല്ലോ, അത് എത്രയാണ്? 9 സെന്റിമീറ്റർ അല്ലേ? ഇതിന്റെ കറക്റ്റ് സെന്റർ കണ്ടുപിടിക്കണം. അതായത് നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് ഒ പി എന്ന ഈ ലൈനിനെ ഡയമീറ്റർ അഥവാ വ്യാസമാക്കിക്കൊണ്ട് മറ്റൊരു സർക്കിൾ കൂടി വരയ്ക്കണം. ആ സർക്കിളും ഈ സർക്കിളും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് പിയിൽ നിന്നുള്ള ടാൻജൻസ് ഈ സർക്കിളിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ്. അപ്പൊ നമുക്ക് ഒ പി എന്ന ഈ ലൈനിനെ ഡയമീറ്റർ അഥവാ വ്യാസമാക്കിക്കൊണ്ട് എങ്ങനെയാണ് ഒരു സർക്കിൾ വരയ്ക്കുക? ആദ്യം തന്നെ ഒ പി എന്ന ഈ ലൈന് 9 സെന്റിമീറ്റർ അല്ലേ? അതിന്റെ പകുതി എടുക്കണം. അതായത് ഈ സർക്കിളിന്റെ, ഇനി വരയ്ക്കാൻ പോകുന്ന സർക്കിളിന്റെ റേഡിയസ് 4.5 സെന്റിമീറ്റർ ആണ്. ഇനി ഒ എന്ന പോയിന്റിൽ നിന്നും 4.5 സെന്റിമീറ്റർ അളന്ന് കണ്ടുപിടിക്കണം. ഇതാണ് ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്ന സർക്കിളിന്റെ സെന്റർ. ഈ സെന്ററിൽ നിന്നും ഒയിലേക്കോ അല്ലെങ്കിൽ ഈ സെന്ററിൽ നിന്നും പിയിലേക്കോ ഉള്ള ഡിസ്റ്റൻസ് എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഒ പി എന്ന ഈ ലൈനിനെ ഡയമീറ്റർ അഥവാ വ്യാസമാക്കിക്കൊണ്ട് മറ്റൊരു സർക്കിൾ വരയ്ക്കാം. ഇനി ഈ രണ്ട് സർക്കിൾസും മീറ്റ് ചെയ്യുന്ന പോയിന്റ്സ് ആണ് ഇത്. ഇതിനെ നമുക്ക് എ എന്നിട്ട് കൊടുക്കാം. അതുപോലെ രണ്ടാമത്തെ പോയിന്റ് ആണിത്. ഇതിനെ നമുക്ക് ബി എന്നിട്ട് കൊടുക്കാം. ഇനി പിയിൽ നിന്ന് എയിലേക്കും പിയിൽ നിന്ന് ബിയിലേക്കും രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പോയിന്റിൽ നിന്നും വൃത്തത്തിലേക്കുള്ള ടാൻജൻസ് ആയി. ഇവിടെ പി എ ആൻഡ് പി ബി ആർ ദ ടാൻജൻസ്. പി എയും പി ബിയുമാണ് തൊടുവരകൾ.